ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് യു എയിലത്തെ അജ്മാനിൽ ബേർഡ് മാർക്കറ്റിലാണ് കേട്ടോ. ഇവിടെ നമ്മൾ വന്നേക്കുന്നത് ഒരു നാടൻ കോഴീനെ വാങ്ങിക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ പ്രാവ്, കാട, കോഴി, താറാവ് ഈ ജാതി സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടാനുണ്ട്. അപ്പോൾ ഇതിൽ നല്ലൊരു ഉശിരുള്ളൊരു കോഴി നോക്കി നമ്മൾ എടുത്തിട്ടുണ്ട്, അടിപൊളി ഒരു പൂവനെ. അപ്പോൾ അവനെ എടുത്ത് അവനെ കറുത്തതിന് ശേഷം അവരിതാ പപ്പ് കൂടെയൊക്കെ കളയുന്ന പരിപാടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മെഷീനിൽ. സംഭവം നല്ല സെറ്റായി, നല്ല വൃത്തിയായി കഴുകി സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ സ്കിന്ന് കളയേണ്ട, വെറും പൂട മാത്രം പറിച്ച് കളയാനാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നാടൻ കോഴി വെച്ചാൽ വേറൊരു രസമാണ്. അപ്പോൾ അതാ ഇവിടെ ഒരു ചാച്ചയുണ്ട്, ചാച്ച നല്ല കട്ട് ചെയ്ത് സെറ്റാക്കി സാധനം റെഡിയാക്കി തന്നിട്ടുണ്ട്. നമ്മൾ ഇവനെ കൊണ്ടുവന്ന് നല്ല അടിപൊളിയായി കഴുകി വീണ്ടും ഒന്നും കൂടി നോക്കി രോമവും കാര്യങ്ങളൊക്കെ എല്ലാം പറിച്ച് കളഞ്ഞതിന് ശേഷം കുക്കറിലേക്ക് സെറ്റായിട്ടുണ്ട്. ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഗൈസ് വളരെ മിനിമം ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക്, കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ ഒരു 10-15 ചെറിയ ഉള്ളി. ഇത്രയും സാധനം ഇട്ടിട്ട് ഒരു 7 വിസിൽ നമ്മൾ അടിച്ചിട്ടുണ്ട്. നാടൻ കോഴി കാരണം അത്യാവശ്യം വേവുണ്ട്. അതിന് ശേഷം ഇതേപോലെ ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം കറിവേപ്പില ഇട്ടെടുത്ത് നമ്മൾ വേവിച്ച് വെച്ച കോഴി, ഇത് കോഴി കൂടാതെ നമ്മൾ അവിടുന്ന് സെപ്പറേറ്റ് കുറച്ച് പാർട്സും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെ ഒരുമിച്ചാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇതിൽ വേറെ ഗരം മസാലയോ മുളക് പൊടിയോ മല്ലിപ്പൊടിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. സംഭവം നമ്മൾ ആ കറക്റ്റ് നാടൻ കോഴീൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഈ ഒരു പ്രോസസ്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫൈനലി ഏകദേശം ഈ ഒരു കണ്ടീഷനിൽ വന്നിട്ടുണ്ട്. ഓക്കെ, സംഭവം സൂപ്പറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറെക്കുറെ നമ്മൾ ഈ വീക്കെൻഡ് നമ്മളെ ചങ്കുകളായിട്ട് പൊളിച്ചിട്ടുണ്ട്, ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.